യൂത്ത് കോൺഗ്രസിന്റെ പുതിയ പുനഃസംഘടനയെ ചൊല്ലി കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും തീവ്രത പുകയുകയാണ്. പ്രത്യേകിച്ച് ഐ ഗ്രൂപ്പിനകത്താണ് വലിയ അമർഷം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി പാർട്ടിയിലെ സജീവമായ ചർച്ചയാണ് യുവജന സംഘടനയിലെ പ്രധാന നേതാവായ അബിൻ വർക്കിയെ എങ്ങനെ ഒരിക്കലും നേരിടാനാവാത്ത രീതിയിൽ സൈഡ് ലൈനിൽ നിർത്താം എന്നതിനെ ചൊല്ലിയുള്ള നീക്കങ്ങൾ. പാർട്ടിയിലെ പഴയ നേതൃത്വത്തെയും ഗ്രൂപ്പിന്റെ താൽപര്യങ്ങളെയും അവഗണിച്ചുകൊണ്ട് പുതിയ നിയമനങ്ങൾ നടപ്പാക്കുകയാണെന്നതാണ് ഐ ഗ്രൂപ്പിന്റെ പ്രധാന ആരോപണം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷനായിരുന്ന അബിനെ ദേശീയ സെക്രട്ടറിയായി നിയമിച്ച നടപടിയാണ് ഇപ്പോൾ രാഷ്ട്രീയ ചർച്ചയാവുന്നതും മുഴുവനും. പുറമേക്ക് ഇതൊരു പ്രമോഷൻ പോലെ തോന്നിച്ചാലും പാർട്ടിക്കുള്ളിൽ നിന്ന് കേൾക്കുന്ന വാക്കുകൾ വ്യത്യസ്തമാണ്. ഗ്രൂപ്പിന്റെ വിലയിരുത്തൽ പ്രകാരം ഈ നിയമനം അബിനെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് അകറ്റി നിർത്താനുള്ള ശ്രമം മാത്രമാണ് എന്നാണ്. അബിനു വേണ്ടി കഴിഞ്ഞ കാലങ്ങളിൽ മുന്നേറ്റം നടത്തിയ രമേശ് ചെന്നിത്തലയെയും ചെന്നിത്തലയുടെ ഗ്രൂപ്പിന്റെ നിലപാടിനെയും കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞു എന്ന നിലയിലാണ് ഐ ഗ്രൂപ്പ് നേതാക്കൾ പ്രതികരിക്കുന്നത്. ഈ നീക്കത്തിന് പിന്നിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണെന്ന് ഐ ഗ്രൂപ്പ് സംശയിക്കുന്നുമുണ്ട്. വേണുഗോപാലിന്റെ ഇടപെടലാണ് ഗ്രൂപ്പിന്റെ സ്വാധീന പ്രദേശങ്ങൾ ചെറുക്കാനും ചെന്നിത്തലയുടെ കൈവശമുള്ള സംഘടനാ ശക്തിയെ കുറയ്ക്കാനുമുള്ള വലിയ രാഷ്ട്രീയ ഗെയിം പ്ലാനിന്റെ ഭാഗമെന്നാണ് വിമർശനം. ഇതിനെതിരെ ഐ ഗ്രൂപ്പ് ഹൈക്കമാൻഡിന് നേരിട്ട് പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടെ മൂവാറ്റുപുഴയിൽ നിന്നും ആരംഭിക്കുന്ന കോൺഗ്രസിന്റെ വിശ്വാസ സംരക്ഷണ റാലിയിലേക്കുള്ള തയ്യാറെടുപ്പിൽ അബിന്റെ സജീവ സാന്നിധ്യം പാർട്ടിക്കുള്ളിൽ വീണ്ടും ശ്രദ്ധയാകർഷിച്ചിട്ടുണ്ട്. ചെന്നിത്തലയുടെ പഴയ പടയൊരുക്കം മോഡൽ അനുസരിച്ച് അബിൻ നേതൃത്വം നൽകിയ രീതിയിൽ എത്തിയതാണെന്ന് പാർട്ടി വൃത്തങ്ങൾ തന്നെ പറയുകയാണ്. ഈ നീക്കവും നേതൃത്വം അനുകൂലമായി കണ്ടില്ലെന്നാണ് ഐ ഗ്രൂപ്പ് ആരോപിക്കുന്നത്. മുൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചതോടെ ഒഴിവായ സ്ഥാനം നേടാനായി അബിനും ഗ്രൂപ്പ് നേതൃത്വവും നടത്തിയ ശ്രമങ്ങൾ അതിരുകടന്നുവെന്നാണ് ചില മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം. രാഹുലിനെതിരായ വിഷയം മാധ്യമങ്ങളിലൂടെ ആളിക്കത്തിക്കാൻ ഐ ഗ്രൂപ്പും അബിനും ഒത്തുകളിച്ചതാണ് എന്നാണ് ഷാഫി പക്ഷം ഇപ്പോൾ ഉയർത്തുന്ന പ്രധാന ആരോപണം. രാഹുലിനെയും ഷാഫിയെയും അനുകൂലിക്കുന്ന വിഭാഗങ്ങൾ ഇത് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ ഏറ്റവും താഴ്ന്ന തലത്തിലുള്ള നീക്കമെന്നാണ് പറഞ്ഞുകൊണ്ട് വാളെടുക്കുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി നിയമിതനായ OJ ജനീഷിനെതിരെ തൃശൂർ ജില്ലയിൽ നിന്നുള്ള ഒരു DCC അംഗം നൽകിയ പരാതിയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നത്. ഇതിന്റെ പിന്നിലും ഐ ഗ്രൂപ്പിലെ ചിലർ ഉണ്ടെന്ന് നേതൃത്വം സംശയിക്കുന്നുമുണ്ട്. അബിനു വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരുന്ന സ്ഥാനനേട്ടം നഷ്ടപ്പെടാൻ ഇതും കാരണമായെന്ന് ചിലർ പറയുന്നുമുണ്ട്. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുൻപിൽ അബിൻ പ്രകടിപ്പിച്ച അതൃപ്തിയും പ്രതികരണങ്ങളും പാർട്ടി നേതൃത്വം ഗൗരവമായി കാണാതെ പുച്ഛിച്ച് തള്ളിയിരിക്കുകയാണ്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും പ്രതിപക്ഷ നേതാവ് VD സതീശനും അബിന്റെ പ്രസ്താവനകൾ മുഖവിലക്കെടുക്കാനാകില്ല എന്ന തരത്തിലാണ് പ്രതികരിച്ചത്. അബിന്റെ പ്രതികരണം അപക്വമായും രാഷ്ട്രീയപരമായി അപകടകരമായും കാണുന്നുവെന്നാണ് ഭൂരിഭാഗം മുതിർന്ന നേതാക്കളുടെയും അഭിപ്രായവും. അബിൻ മാധ്യമങ്ങൾക്ക് മുൻപിൽ തന്റെ അതൃപ്തി പ്രകടിപ്പിച്ചതിൽ കേന്ദ്ര നേതൃത്വവും അതൃപ്തിയിലാണ്. സംഘടനാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരുന്ന ബിനു ചുള്ളിയിലിനെ വർക്കിംഗ് പ്രസിഡന്റ് ആക്കിയത് അബിനെ തളർത്താനുള്ള മറ്റൊരു നീക്കമെന്ന നിലയിലാണ് ഐ ഗ്രൂപ്പ്. അബിന് ലഭിക്കേണ്ടിയിരുന്ന നിയമസഭാ സീറ്റ് വെട്ടി നീക്കാനാണ് ഈ നിയമനം എന്നതാണ് ഐ ഗ്രൂപ്പിന്റെ വാദം. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ പാർട്ടി പുനഃസംഘടനയോടനുബന്ധിച്ച് ഐ ഗ്രൂപ്പ് തങ്ങളുടെ നിലപാട് കടുപ്പിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. രാഷ്ട്രീയ വിലയിരുത്തൽ പ്രകാരം അടുത്ത ആഴ്ചയിൽ ഐ ഗ്രൂപ്പ് സമാന്തര റാലികളും അഭിപ്രായ പ്രകടനങ്ങളും വഴി അവരുടെ അസന്തോഷം കൂടുതൽ തുറന്ന് പ്രകടിപ്പിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇതിലൂടെ കോൺഗ്രസിൽ പുതിയൊരു ഗ്രൂപ്പ് ഏറ്റുമുട്ടലിന് തുടക്കമായേക്കാമെന്നതാണ് മുന്നറിയിപ്പാണ് പാർട്ടിക്കകത്ത് തന്നെ ഉള്ളത്. ചെന്നിത്തലയുടെയും വേണുഗോപാലിന്റെയും രാഷ്ട്രീയ തർക്കങ്ങൾ പഴയതാണെങ്കിലും യൂത്ത് കോൺഗ്രസ് പുനഃസംഘടനയുടെ പേരിൽ അത് വീണ്ടും പൊട്ടിത്തെറിക്കാൻ സാഹചര്യം ഒരുങ്ങിയിരിക്കുകയാണ്. പുനഃസംഘടന എന്ന പേരിൽ ആരംഭിച്ച ഈ നീക്കം ഇപ്പോൾ യൂത്ത് കോൺഗ്രസിനെയും കേരള കോൺഗ്രസിനെയും രണ്ടായി വിഭജിക്കുന്ന തരത്തിലുള്ള രാഷ്ട്രീയ പ്രതിസന്ധിയായി മാറുകയാണ്. അബിൻ, ചെന്നിത്തല, വേണുഗോപാൽ 3 പേരുടെ പേരിലാണ് ഇപ്പോൾ പാർട്ടിക്കകത്തെ മുഴുവൻ ചർച്ചയും. പാർട്ടിയുടെ ഭാവി നിലപാടുകൾക്ക് ഇതിന്റെ പ്രതിഫലനം ഉണ്ടാകുമോ എന്നതാണ് ഇനി കണ്ടറിയാനുള്ളത്.